എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സേനാണ്. ഞാനിപ്പോൾ UAE-ലാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം. അതിനിപ്പോൾ നമ്മൾ പുറം രാജ്യത്ത് തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ കേരളത്തിലുള്ള വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ചൂരൽമല ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഇങ്ങനെയുള്ള കലാമിറ്റീസും എപ്പോൾ വേണമെങ്കിലും നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വെപ്രാളപ്പെടാതെ അതിന് പക്വതയോടുകൂടി അതിനെ ഫേസ് ചെയ്യുകയും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ആക്ച്വലി എനിക്ക് തോന്നിയ ഞാൻ ചെയ്തൊരു ചെറിയ തയ്യാറെടുപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരികയാണ്, ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടി വരികയാണ്. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ കേരള ഗവൺമെൻറ് നമ്മളോട് മാറാൻ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ വേറെ രാജ്യം ഇപ്പോൾ UAE-ലാവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു അലേർട്ട് വരുന്നു, നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ അവർ മാറ്റാൻ സുരക്ഷ പ്രമാണിച്ച് നമ്മളെ മാറ്റാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ സംഗതികൾ കയ്യിൽ മറക്കാതെ എടുക്കണം, അതിനെന്താ നമ്മൾ തയ്യാറെടുക്കേണ്ടത്? അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്തൊരു കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഒരു 2-3 ബാഗുകൾ റെഡിയാക്കി വെച്ചു. എൻ്റെ വീട്ടിൽ ഞാനും കൂടെയുള്ള ചേച്ചിയും എൻ്റെ മോളുമാണുള്ളത്. അപ്പോൾ എമർജൻസി ആയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഒരു UAE-ൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള പാസ്പോർട്ടുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ എമിറേറ്റ്സ് ID ആണ്. നമ്മുടെ ആധാർ കാർഡ് പോലെയാണ്, അറിയാലോ, എമിറേറ്റ്സ് ID. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് പൈസ ക്യാഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അത്യാവശ്യം വേണ്ട ക്രെഡിറ്റ് കാർഡുകൾ. ഇത് ഏറ്റവും എമർജൻസി ആയിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു ബാഗിൽ അതൊരിക്കലും മറക്കാതെ നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. SSLC മുതൽ അങ്ങോട്ട് എൻ്റെ MBBS-ൻ്റെ സർട്ടിഫിക്കറ്റുകൾ, മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതെല്ലാം അറ്റസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരു ബാഗിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ബാഗിൽ ഞാൻ ചെയ്തത് അത്യാവശ്യം വേണ്ട ഞങ്ങൾക്ക് 2 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന 2 ജോഡി ഡ്രസ്സുകൾ, പിന്നെ അത്യാവശ്യം വേണ്ട ടോയ്ലറ്ററീസ്, ഒരു മൊബൈൽ ചാർജർ, ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം, ഒരു പവർ ബാങ്ക്. അപ്പോൾ അത്യാവശ്യം വേണ്ട സംഗതികളാണത്. ഇപ്പോൾ ഇതൊക്കെ ടോയ്ലറ്ററീസ്, ഇതിൽ എൻ്റെ പവർ ബാങ്ക് ഉണ്ട്, മൊബൈൽ ചാർജർ ഉണ്ട്. ഇത് തുണിയാണ്, ഒരു 2 സെറ്റ് തുണി, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള തുണി. അപ്പോൾ ഇത് ഞാൻ റെഡിയായ ഒരു തയ്യാറെടുപ്പാണ്. എന്തെങ്കിലും ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പിന്നെയും വാങ്ങാം. നമ്മുടെ വീട്ടുപകരണങ്ങൾ, അങ്ങനെയുള്ള സംഗതികളെല്ലാം നമുക്ക് വീണ്ടും വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റാത്ത സംഗതികളാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മറക്കാതെ ഇത്തരത്തിൽ എങ്ങോട്ട് പോവുകയാണെങ്കിൽ എത്ര വേഗം ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു 3 ബാഗ് ഞങ്ങളിവിടെ ഉമ്മർത്ത് തന്നെ വെച്ചിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പാകത്തിൽ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുമായിട്ടൊന്ന് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ 1-2 കുഞ്ഞു ബാഗുകളിലാക്കി സൂക്ഷിക്കുക, അതെടുക്കാതിരിക്കാൻ മറക്കാതിരിക്കുക കേട്ടോ.